റോമാലേഖനം 4-ാം അധ്യായം 24-25 വാക്യം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ അബ്രഹാമിന് ലഭിച്ച അതേ നീതീകരണം യേശുവിന്റെ മരണത്തിലും പുനരുദ്ധാരണത്തിലും വിശ്വസിക്കുന്നതിലൂടെ നമുക്കും ലഭ്യമാണ് എന്ന പഴയ നിയമ പ്രവചനങ്ങളെ മുൻനിർത്തിയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അതവന് നീതിയായി കണക്കിട്ടതുപോലെ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കും നീതീകരണം ലഭിക്കും എന്നതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. വാക്യം 25 നമ്മുടെ പാപങ്ങൾക്കായി യേശു മരണത്തിനേൽപ്പിക്കപ്പെടുകയും നമ്മെ നീതിമാന്മാരായി തീർക്കുന്നതിനായി അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതായത് യേശുവിന്റെ മരണവും പുനരുത്ഥാനവുമാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് ഇവിടെ പറയുന്നു. ഈ വാക്യത്തെ സംബന്ധിക്കുന്നതായ പഴയ നിയമ സൂചനകൾ താഴെ പറയുന്നവയാണ്. 1. അബ്രഹാമിന്റെ വിശ്വാസം. പൗലോസ് ഇവിടെ നേരിട്ട് ഉദ്ധരിക്കുന്നത് അബ്രഹാമിന്റെ ചരിത്രമാണ്. സ്വന്തം ശരീരത്തിന്റെ അവസ്ഥ നോക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച അബ്രഹാമിനെ ദൈവം നീതിമാനായി അംഗീകരിച്ചു. ഇത് നമുക്കുള്ള മാതൃകയാണ്. 2. കഷ്ടം അനുഭവിക്കുന്ന ദാസൻ. റോമാലേഖനം 4-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലെ നമ്മുടെ ലംഘനങ്ങൾക്കായി ഏൽപ്പിക്കപ്പെട്ടു എന്ന ഭാഗം യെശയ്യാപ്രവചനം 53-ാം അധ്യായം 5-ാമത്തെയും 12-ാമത്തെയും വാക്യങ്ങളുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും പലരുടെ പാപത്തെ അവൻ ചുമന്നു എന്ന് പ്രവാചകൻ മുൻകൂട്ടി പറയുന്നു. 3. പുനരുത്ഥാനത്തിന്റെ സൂചന. സങ്കീർത്തനം 16-ാം അധ്യായം 10-ാമത്തെ വാക്യം പ്രകാരം നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ജീർണത കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന സങ്കീർത്തന ഭാഗം യേശുവിന്റെ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഇത് നമ്മുടെ നീതീകരണത്തിന് കാരണമായി എന്ന് പൗലോസ് ചൂണ്ടിക്കാട്ടുകയാണ്. ചുരുക്കത്തിൽ അബ്രഹാമിന് ലഭിച്ച അതേ നീതീകരണം യേശുവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നതിലൂടെ നമുക്കും ലഭ്യമാണ് എന്ന പഴയ നിയമ പ്രവചനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ ഈ വാക്യം നമ്മോട് അറിയിക്കുന്നത്. ഈ ദൈവവചന മുഖാന്തരം ദൈവം നമ്മെ ഇന്ന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.